തീർച്ചയായിട്ടും. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് വിജയിക്കുക എന്ന് പറയുന്നത് ഒരു ജീവൻ മരണ പോരാട്ടമാണ് UDFനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് പറയുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് പോയി കഴിഞ്ഞാൽ UDFനെ പിന്നെ കിട്ടില്ല, ഇല്ലാതാവും എന്ന തരത്തിലുള്ള ഒരു നറേറ്റീവ് ഉണ്ട്. അങ്ങനെ കണക്കാക്കാനുണ്ടോ? ഈ എല്ലാ തിരഞ്ഞെടുപ്പുകളും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കും മുന്നണിക്കും വിജയിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. തിരഞ്ഞെടുപ്പുകൾ ജയിക്കാനല്ലേ നമ്മൾ മത്സരിക്കുന്നത്. ചില തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി ഉണ്ടാവും, ചില തിരഞ്ഞെടുപ്പുകളിൽ വിജയം ഉണ്ടാവും. അത് രണ്ടും സംഭവിക്കാനുള്ളതാണ്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് UDFന് ജയിക്കാനുള്ള തിരഞ്ഞെടുപ്പാണെന്ന് ഞാൻ കുറച്ച് വിശ്വാസമുണ്ട്. അതുകൊണ്ട് സാങ്കല്പിക ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട ഒരു കാര്യമില്ല. ഇത് UDF ജയിക്കുന്ന തിരഞ്ഞെടുപ്പാണ്. വി ആർ വെരി ഷുവർ. ഓക്കെ, ഫൈനലി വ്യക്തിപരമായി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആ സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിലൊക്കെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സ്ഥാനം കിട്ടാതെ പോയ ആളുകളെ സാന്ത്വനിപ്പിക്കുന്ന ഒരു KCയെ കണ്ടു. വളരെ അവരെ കെട്ടിപ്പിടിച്ച് അവരെ സാന്ത്വനിപ്പിക്കുന്ന ഒരു KCയെ കാണാൻ കഴിഞ്ഞു. താങ്കൾ വിവിധ തലങ്ങളിൽ അങ്ങനെ ഒരു ബന്ധം സൂക്ഷിക്കുന്നുണ്ടോ? ഇപ്പോൾ ഭരണത്തിൽ വരുന്ന സമയത്ത് ഭരണത്തിൽ ഒരു പങ്ക് താങ്കൾ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ വീണ്ടും ആ ചോദ്യം ചോദിച്ച് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ KC എപ്പോഴും ഉണ്ട് എന്നൊരു സംശയമില്ല. കാരണം ഞാൻ കേരളത്തിലെ KSUവിൻ്റെ പ്രസിഡൻ്റായിട്ട് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള വ്യക്തികളായിട്ട് ബന്ധമുള്ള നേതാക്കന്മാരും അവരെല്ലാം ഇന്ന് സുപ്രധാന സ്ഥാനങ്ങളിൽ കോൺഗ്രസിൽ നിൽക്കുന്നവരാണ്. പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നപ്പോഴും പാൻ കേരള അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച ഒരാളാണ്. നിങ്ങൾ പറഞ്ഞ ഒരു സംഭവം, കോൺഗ്രസിനുള്ള ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തും നല്ല നല്ല നേതാക്കന്മാരുണ്ട്. അവരൊക്കെ തന്നെ 24/7 പാർട്ടിക്ക് വേണ്ടി സേവനം ചെയ്യുന്നത്, ഒന്നും പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ അവരുടെ ഉള്ളിലൊക്കെ അവരുടെ ആഗ്രഹം ഉണ്ടാകും, ഒരു തിരഞ്ഞെടുപ്പ് പോകുന്ന മത്സരിക്കണം, നല്ല കൊള്ളാവുന്ന ചെറുപ്പക്കാർ, പൊട്ടൻഷ്യലായിട്ടുള്ള ചെറുപ്പക്കാർ. പക്ഷേ ഒരാളെല്ലേ മത്സരിപ്പിക്കാൻ പറ്റുള്ളൂ. മത്സരത്തിൻ്റെ ഒരു മാനദണ്ഡം എടുക്കുമ്പോൾ അവിടെ വിജയസാധ്യത വരും, അവിടെ മറ്റു സമവാക്യങ്ങൾ നോക്കേണ്ടി വരും, അവിടെ അതുപോലെ തന്നെ പാർട്ടിയിലെ നേതാക്കന്മാരുടെ എല്ലാം പൊതുവായിട്ടുള്ള പ്രവർത്തകരുടെ അഭിപ്രായം നോക്കേണ്ടി വരും. അപ്പോൾ ചിലർ ഒഴിഞ്ഞു പോകും. ആ ഒഴിഞ്ഞു പോകുന്നവരെ തള്ളിക്കളയല്ല. ഞാനിപ്രാവശ്യം ചെയ്തത് അങ്ങനെ ഒഴിഞ്ഞു പോകുന്ന ആളുകളൊക്കെ ഓരോ മീറ്റിങ്ങിൽ വെച്ച് തന്നെ പറയാറുണ്ട്. ഒഫീഷ്യൽ സ്ഥാനാർത്ഥിയെ ശക്തമായി വിജയിപ്പിക്കണമെന്ന് പറയുമ്പോഴും ഇവരും ഇവിടെ അർഹരായിരുന്നു. ഇവരുടെ നിലപാടിനെ പാർട്ടി ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു. ഭാവിയിലേക്ക് എന്തു വന്നാലും അവരും കൂടെ കൺസിഡർ ചെയ്യും എന്നുള്ള മെസ്സേജും കൊടുത്തിട്ടാണ് പോകാറുള്ളത്. അതിന് വലിയ റിസൾട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്രാവശ്യം കേരളത്തിലെ കോൺഗ്രസിൽ റിബൽ ശല്യമില്ലാത്തൊരു ഇലക്ഷൻ എന്ന് പറയാവുന്ന ഒരു ഇലക്ഷനാണ്. പൊട്ടിത്തെറി ഉണ്ടാവാത്ത കാൻഡിഡേറ്റ് ഫിക്സേഷൻ, റിബൽ ശല്യമില്ലാത്ത ഇലക്ഷനാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ജയിച്ചവരായാലും മത്സരിക്കാൻ കഴിയാത്തവരായാലും KC വേണുഗോപാലിനോട് ഒരു കടപ്പാട് എന്തായാലും അവരുടെ മനസ്സിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നോടല്ല കടപ്പാട്, പാർട്ടിയോട് അവർക്ക് കടപ്പാടുണ്ടാവും. പാർട്ടി അവരോട് തിരിച്ച് കാണിക്കുകയും ചെയ്യും. തീർച്ചയായും താങ്കളുടെ പ്രതീക്ഷകളെല്ലാം സഫലമാവട്ടെ എന്ന് ആശംസിക്കുന്നു.